ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ തന്ത്രി കണ്ഠരര് രാജീവര് നിരപരാധിയായിരിക്കുക. എന്നാൽ ഇതിന്റെയൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. അങ്ങനെയാണെങ്കിൽ തന്ത്രി എന്ന സ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാകും. സ്വർണ്ണക്കൊള്ളയേക്കാൾ ഗുരുതരമായ വിഷയം ശബരിമല സകലവിധ ജീർണതകളുടെയും കേന്ദ്രമായി മാറി എന്നുള്ളതാണ്. കണ്ഠരര് രാജീവർ ഉൾപ്പെടെയുള്ള തന്ത്രിമാർക്ക് ആചാരത്തിന്റെ അർത്ഥമറിയാത്തത് കൊണ്ടും അതുകൊണ്ട് സംഭവിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയുടെയും ഫലമാണ് ഈ ജീർണത. അതുകൊണ്ടാണ് ശബരിമല അനാചാരങ്ങളാൽ കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2025 ജൂലൈ 13 അവിടെ കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട നവഗ്രഹ ക്ഷേത്രം. ശബരിമല സന്നിധാനം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തന്ത്രി അതിന് മുതിരില്ലായിരുന്നു. ഗാനഗന്ധർവൻ യേശുദാസ് വീണ്ടും RLV മ്യൂസിക് അക്കാദമിയിൽ ചേർന്ന് സംഗീതം പഠിക്കുവാൻ ചേരുന്നത് പോലെയാണ് ശബരിമല സന്നിധാനത്തെ നവഗ്രഹ ക്ഷേത്രത്തിന്റെ സ്ഥാപനം.